മെയ് 31 വെള്ളിയാഴ്ച പരിശുദ്ധ കന്യാമാതാവിൻ്റെ സന്ദർശന തിരുനാൾ. ലൂക്ക 1:39 മുതൽ 56 വരെ വാക്യങ്ങൾ. ഇന്ന് നാം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സന്ദർശന തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായനയിലെ ഗർഭിണികളും അനുഗ്രഹീതരും സന്തോഷപൂർണരുമായ 2 സ്ത്രീകളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ്. 6 മാസം ഗർഭിണിയായ തൻ്റെ കസിൻ എലിസബത്തിനെ മറിയം സന്ദർശിക്കുന്നു. മറിയത്തെ കണ്ടയുടനെ 2 പേരുടെയും ഉള്ളിലെ കുഞ്ഞുങ്ങളും കണ്ടുമുട്ടി അവരുടെ സാന്നിധ്യം അനുഭവിച്ചു. അപ്പോൾ എലിസബത്ത് പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. മേരി പ്രസിദ്ധമായ മഗ്നിഫിക്കാറ്റ് ആലപിച്ചു. അവിടെ അവൾ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികളെയും കരുണയെയും പ്രകീർത്തിച്ചു. സുവിശേഷം പറയുന്നത് മറിയം തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്നാണ്. പല സ്ത്രീകളും അവർ ഗർഭിണിയായിരിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി കുന്നിൻ മുകളിലേക്കൂടെ തിടുക്കത്തിൽ പോകാൻ അത്ര താല്പര്യപ്പെടില്ല. തങ്ങളോടും തങ്ങളുടെ ഗർഭസ്ഥ ശിശുവിനോടും മറ്റെന്തിനു മുമ്പെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുമ്പേ ഒരു കടമ തങ്ങൾക്കുണ്ടെന്ന് അവർ പറയും. ദൈവമാതാവ് അങ്ങനെയൊന്നും പരിഗണിച്ചില്ല. എലിസബത്തിനും ഒരു കുട്ടി ഉണ്ടാകാൻ പോവുകയാണ്. തൻ്റെ കുഞ്ഞ് ദൈവപുത്രനാണെങ്കിലും എലിസബത്തിൻ്റെ ആവശ്യം അവൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല. നമുക്കത് ഏതാണ്ട് അവിശ്വസനീയമാണ്. പക്ഷെ അതായിരുന്നു മറിയത്തിൻ്റെ പ്രകൃതം. മറിയം തൻ്റെ കസിൻ എലിസബത്തിനെ അഭിവാദ്യം ചെയ്തു. അവളുടെ ശബ്ദം കേട്ട് യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ സന്തോഷത്താൽ തുള്ളിച്ചാടി. ഈ സന്ദർഭത്തിൽ പ്രാധാന്യമുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിനാലാണ് മറിയം തൻ്റെ കർത്താവിൻ്റെ അമ്മയാകുന്നു എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ മറ്റുള്ളവരിൽ മറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. യേശുവിൻ്റെ ഈ ലോകത്തേക്കുള്ള വരവ് നാം നിസ്സാരമായി കാണുന്നുണ്ടോ? അതോ കർത്താവായ യേശു ഒരു ചെറിയ ദുർബലനായ കുഞ്ഞായി ഭൂമിയിലേക്ക് വന്നതിൽ നാം ആശ്ചര്യപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടോ? ഈശോ നമ്മളിൽ ഒരാളാകാൻ ആഗ്രഹിച്ചു. അവൻ നമുക്കിടയിൽ നടക്കാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പക്ഷേ യേശു നമ്മുടെ അടുക്കൽ വരും. മിക്കവാറും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം അവൻ വരിക. ഒരു സുഹൃത്തിൻ്റെ വേഷത്തിലോ അല്ലെങ്കിൽ ഒരു അപരിചിതൻ്റെ സഹായഹസ്തവുമായി അവൻ നമ്മുടെ അടുക്കൽ വന്നേക്കാം. ഒരുപക്ഷെ ശാന്തമായും സമാധാനത്തോടെ ആയിരിക്കും അവൻ വരിക. ഈ ദിവസം മുഴുവൻ ഉണർന്നിരിക്കുക. നിങ്ങൾ യേശുവിനെ പലതവണ കണ്ടുമുട്ടുകയും മറ്റുള്ളവർ നിങ്ങളിലൂടെ യേശുവിനെ കണ്ടുമുട്ടുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR